ക്ക് എടുക്കുക. നമുക്ക് കഴിയുന്നത്ര സാവധാനത്തിൽ ഒരു ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. അങ്ങനെ ഉള്ളിലേക്ക് എടുത്ത ശ്വാസം ഒരു നിമിഷ നേരം ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെക്കുക, ഉള്ളിൽ തങ്ങി നിർത്തണം. അതിനുശേഷം സാവധാനം ആ ശ്വാസം ഏറെക്കുറെ അതേ അളവ് കൊണ്ട് തന്നെ പുറത്തേക്ക് വിടണം. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് ഒരു നിമിഷം ഹോൾഡ് ചെയ്യുന്നു, അതേ അളവിൽ ഒരു ദീർഘശ്വാസം പുറത്തേക്ക്. തുടക്കത്തിൽ ഈ അളവ് കൃത്യമാക്കാൻ പറ്റണമെന്നില്ല, എന്നാൽ പിന്നീടത് പതുക്കെ പതുക്കെ ശരിയാകും. എത്ര നിമിഷം കൊണ്ടാണോ ഒരു ദീർഘശ്വാസം എടുത്തത്, അത്രയും നിമിഷം കൊണ്ട് തന്നെ ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിടാൻ നമുക്ക് കഴിയും. അത് പരിശീലനത്തിൽ നമുക്ക് നേടാം. അപ്പോൾ ഒരു ദീർഘശ്വാസം ഉള്ളിലോട്ട് ഒരു നിമിഷം അത് ഉള്ളിൽ തങ്ങി നിർത്തുന്നു, തുടർന്നത് അതേ അളവിൽ പുറത്തേക്ക്. വീണ്ടും ഈ സ്റ്റെപ്പ് ആവർത്തിക്കുക. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക്, ആ ശ്വാസം അവിടെ തങ്ങി നിർത്തുന്നു, പിന്നീട് അതേ അളവിൽ പുറത്തേക്ക്. വീണ്ടും ആവർത്തിക്കുക. ഇങ്ങനെ 12 പ്രാവശ്യം ഈ സ്റ്റെപ്പുകൾ ആവർത്തിക്കണം. 12 പ്രാവശ്യം ഈ സ്റ്റെപ്പുകൾ ആവർത്തിച്ചതിന് ശേഷം, അത് 12 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഭാഗികമായി നമ്മളൊരു ട്രാൻസ് സ്റ്റേറ്റിലെത്തും. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ മറന്ന്